ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ട്രിക്കാണ്. അതായത് എങ്ങനെയാണ് എക്സലിൽ നിന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. നമ്മുടെ ഓഫീസിലൊക്കെ തന്നെയും ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും അല്ലേ. ഈ എംപ്ലോയീസിൻ്റെ ഒക്കെ തന്നെയും കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എക്സൽ ഷീറ്റിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് വാട്സപ്പിലേക്ക് ഇവർക്കൊക്കെ തന്നെയും മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് എന്തെങ്കിലും അർജൻറ്റ് മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിംഗ് ഷെഡ്യൂളോ അതല്ലെങ്കിൽ എന്തെങ്കിലും പേയ്മെൻറ്റ് ഡ്യൂവോ ഇൻവിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പിക്ചേഴ്സ് തന്നെ വെച്ചിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ഓൺലൈൻ പിക്ചേഴ്സോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇമേജസോ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇൻവിറ്റേഷനോ ഒക്കെ വെച്ചിട്ട് നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്ന് അറിയണ്ടേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കുറച്ച് പേരുടെ പേരുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഫോൺ നമ്പേഴ്സും ഉണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ മെസ്സേജിൻ്റെ സെല്ലിൽ വന്നിട്ട് മെസ്സേജ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് എന്ത് മെസ്സേജും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണോ സെൻഡ് ചെയ്യേണ്ടത് അതൊന്ന് ഇവിടെ വന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്യുന്നതിന് മുൻപേ എന്തായാലും ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ ചേർത്തിരിക്കണം. എന്നിട്ട് നമുക്ക് എന്താണോ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത് അത് എന്തിൽ കൊടുക്കണം, കോഡ്സിൽ കൊടുക്കണം. ഹായ് എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഹായ് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു സ്പേസ് വേണം. അപ്പോൾ ആ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ തന്നെ കോഡ്സ് ക്ലോസ് ചെയ്യുന്നതിന് മുൻപേ സ്പേസ് ഇട്ട് കൊടുക്കുക. ദെൻ കോഡ്സ് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇടാൻ പോകുന്ന ഒരു ആംബർസാൻഡ് ആണ്. അതായത് ഇനി ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഹായ് അവന്തി എന്നുള്ള ആ പേരാണ് എനിക്കിവിടെ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പേരിൻ്റെ സെല്ലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ വീണ്ടും ആംബർസാൻഡ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത മെസ്സേജ് എന്താണോ വരേണ്ടത് ആ മെസ്സേജിന് വേണ്ടിയിട്ട് കോഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇനി എനിക്ക് വേണ്ടത് ഒരു കോമയാണ്. അതായത് ആ ഒരു പേര് കഴിഞ്ഞിട്ട് ഒരു കോമ വരണം. ഇനി എന്താണ് ഞാൻ അയക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് സാറ്റർഡേ വിൽ ബി എ വർക്കിംഗ് ഡേ. ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുത്തു. ദെൻ കോഡ്സ് ക്ലോസ് ചെയ്യുന്നു. എൻ്റർ കീ പ്രസ് ചെയ്ത് നോക്കാം നമുക്ക് എന്താ സംഭവിക്കാമെന്ന് അറിയാലോ. നമ്മുടെ മെസ്സേജ് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് താഴത്തെ സെല്ലുകളിലേക്കും കൂടി ഇതിനെ ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഓരോരുത്തരുടെ പേര് വെച്ചിട്ടും നമുക്ക് മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. നമുക്കിതിനെ ഒന്ന് വിട്ട് കൂട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു പാർട്ട് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു അല്ലേ. മെസ്സേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇമേജ് കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് കൊടുക്കാം അല്ലേ. എന്തെങ്കിലും ഇൻവിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി സെൻഡ് ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്ത് വെച്ച് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻവിറ്റേഷൻ എടുത്തിട്ട് ഇടാവുന്നതാണ്. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളുടെ ടോപ്പിക്കിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു പിക്ചർ നമുക്ക് ഒന്നുകിൽ സ്റ്റോക്ക് ഇമേജസിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ പിക്ചേഴ്സിൽ നിന്നോ എടുത്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മെസ്സേജ് സാറ്റർഡേ വിൽ ബി എ വർക്കിംഗ് ഡേ എന്നുള്ളത് കൊണ്ട് ഞാനൊരു വർക്കിന് ആപ്റ്റായിട്ടുള്ള ഒരു മെസ്സേജ്, ഒരു പിക്ചർ മെസ്സേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു പിക്ചറാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അത് സെലക്ട് ചെയ്തു. ദെൻ ഇൻസേർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ പിക്ചർ ഇവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ട്. കുറച്ച് വലിയ സൈസുള്ള പിക്ചർ ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്കൊന്ന് ചെറുതാക്കി കൊടുക്കാം. നമ്മളിവിടെ ഒരു ചെറിയ പിക്ചറായിട്ട് അതിനെ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മെസ്സേജിൻ്റെ പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തായിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷീറ്റിനെ ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇനി ഷീറ്റ് 1 എന്ന് തന്നെയാണെങ്കിൽ കുഴപ്പമില്ല. ഷീറ്റ് 1 തന്നെ നമ്മൾ എന്തിലേക്ക് ഇടണം, നമ്മൾ കൊടുക്കുന്ന കോഡിലേക്ക് ഇട്ടാൽ മതി. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഇതിനെ ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കുകയാണ്. MESS എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, ഈ ഷീറ്റിന് നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ കൊടുക്കുന്ന ഏത് പേരാണോ ആ പേര് തന്നെ ആയിരിക്കണം നമ്മളെ കോഡിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനുശേഷം നമ്മൾ വരേണ്ടത് ഡെവലപ്പർ ടാബിലേക്കാണ്. എനിക്കിവിടെ ഡെവലപ്പർ ടാബ് ഓൾറെഡി ഉണ്ട്. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ഇവിടുന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഈ റിബണിൽ നിങ്ങൾക്ക് ഡെവലപ്പർ ടാബ് കാണാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഈ റിബണിൽ വന്നിട്ട് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റമൈസ് ദ റിബൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഡെവലപ്പർ എന്നുള്ള ഓപ്ഷൻ കാണാം. അതൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിൾ അല്ലേ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡെവലപ്പർ ടാബിനെ ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഡെവലപ്പർ ടാബ് എടുക്കുകയാണ് ഞാൻ. ഡെവലപ്പർ ടാബിൽ പോയതിന് ശേഷം നമ്മൾ എടുക്കേണ്ടത് വിഷ്വൽ ബേസിക് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മൊഡ്യൂൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് ടാബിലേക്ക് പോവുക. മൊഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ളൊരു വിൻഡോ കിട്ടുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ഇൻസേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മൊഡ്യൂൾ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ കോഡ് കൊടുക്കേണ്ടത്. എന്തിനുള്ള കോഡ്, നമുക്ക് ഈ വാട്സപ്പിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള കോഡാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. കോഡ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവുന്നതായിരിക്കും, നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ നോട്ട് പാഡിൽ പോയിട്ട് കോഡൊന്ന് കോപ്പി ചെയ്ത് കൊടുക്കട്ടെ. ഇനി നമ്മളിത് കോപ്പി ചെയ്യുന്നതിന് മുൻപേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വാട്സപ്പ് MSG എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേരെന്ന് പറയുന്നത്. അതിനുശേഷം നമ്മളിവിടെ ഡിം എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ്.
ഇനിയിപ്പോൾ ഫോർ I ഈസ് ഈക്വൽ ടു 2 ലാസ്റ്റ് റോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം അല്ലേ. അതായത് ഐനെ 2 ആയിട്ട് എന്തിനാണ് എടുത്തത്? നമ്മുടെ നെയിം എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ റോയിൽ നിന്നാണ്. അതായത് ആ ഒരു സെക്കൻഡ് റോ തൊട്ടിട്ട് നമ്മൾ ലാസ്റ്റ് റോ വരെയാണ് കൗണ്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ഇത്രയും നമ്മുടെ ഫോൺ നമ്പറിനും മെസ്സേജിനും അതുപോലെ തന്നെ ഇമേജിനും വേണ്ടിയിട്ടുള്ള കോഡാണ്. പിന്നെ നമുക്ക് വാട്സപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഷീറ്റിൻ്റെ നെയിം എന്താണോ അത് തന്നെയാണ് ഇവിടെ വരേണ്ടത്. കണ്ട MESS എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് തന്നെ ഇവിടെ വന്നിട്ടുണ്ടാവണം. മനസ്സിലായോ? ഷീറ്റ്സ് എന്നുള്ളത് അപ്പോൾ രണ്ട് സ്ഥലത്തും MESS എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ I,2 എന്നും I,3 എന്നും ആണുള്ളത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു എക്സൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അതായത് സെക്കൻഡ് കോളത്തിലും തേർഡ് കോളത്തിലുമാണ് നമ്മുടെ ഫോൺ നമ്പറും മെസ്സേജും കിടക്കുന്നത്. അതായത് ഏത് കോളത്തിലാണോ നിങ്ങളുടെ ഫോൺ നമ്പർ ഉള്ളത് ആ കോളമാണ് I,2 എന്ന് പറഞ്ഞിട്ട് ആദ്യം കൊടുക്കേണ്ടത്, പിന്നെ I,3 എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? ഇനി നമുക്ക് നമ്മുടെ കോഡ് ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കാം. Ctrl+C, ദെൻ നമ്മുടെ ഈ മൊഡ്യൂളിൽ വന്നിട്ട് Ctrl+V പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ കോഡ് ഇവിടെ കോപ്പി ആയിട്ടുണ്ട്. ഉണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് സേവ് ചെയ്ത് കൊടുക്കാം. ഫയലിൽ പോന്നു, സേവ് ബുക്ക് 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ബുക്ക് 1 എന്നുള്ളതിന് ഒന്ന് റീനെയിം ചെയ്ത് കൊടുക്കാം. ഞാൻ വാട്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ദെൻ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സേവ് ആസ് ടൈപ്പ് എന്ന് പറയുന്നത്. എക്സൽ വർക്ക് ബുക്ക് XLSX എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ സേവ് ആയിട്ടുള്ളത്. നമ്മളത് മാക്രോ ഇനബിൾഡ് വർക്ക് ബുക്കിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൂടി ചെയ്ത് കൊടുത്തിട്ട് സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ ഒരു കാര്യം കൂടി ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ ഈ ടൂൾസിൽ പോയിട്ട് റെഫറൻസസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് കൺട്രോൾസ് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ രണ്ട് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്ത് മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് കോഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി തേർഡ് സ്റ്റെപ്പായിട്ട് നമുക്ക് വേണ്ടത് ഒരു സെൻഡ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വരേണ്ടത് ഡെവലപ്പർ ടാബിലേക്ക് തന്നെയാണ്. ഇവിടെ ഇൻസേർട്ട് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഫോം കൺട്രോൾസിൽ ഈ ഒരു ബട്ടൺ സിമ്പിൾ ഉണ്ടല്ലോ, ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സ്മോൾ വിൻഡോ, അസൈൻ മാക്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മോൾ വിൻഡോ വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു വാട്സപ്പ് മെസ്സേജ് എന്നുള്ളത് ഇത് നമ്മുടെ ഫംഗ്ഷൻ നെയിമാണ്, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബട്ടൺ ഇവിടെ വന്നു കഴിഞ്ഞു അല്ലേ. ഒന്നുകിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഡിലീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട പേരെന്താണോ, ഞാനിപ്പോൾ സെൻഡ് എന്നാണ് വെക്കാൻ പോകുന്നത്. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലിപ്പ് ബോർഡ് എടുത്തിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ക്ലിപ്പ് ബോർഡിലുണ്ടാവും നമ്മുടെ കോഡായിരിക്കും, കാരണം നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ അവിടെ കോഡാണ് കോപ്പി ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതൊന്ന് വന്നിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. വിൻഡോസും വിയും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലിപ്പ് ബോർഡ് വരുന്നതായിരിക്കും. ക്ലിയർ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള എല്ലാ സ്റ്റെപ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ സെൻഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, പക്ഷേ അതിന് മുൻപേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഈ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഡയറക്റ്റ്ലി നമ്മളെ കൊണ്ടുപോകാം മൈക്രോസോഫ്റ്റ് സ്റ്റോറിലായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഞാനിവിടെ കാണിച്ചു തരാം. ഇനി ഈ ഒരു QR കോഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ യൂസ് ചെയ്ത് ലിങ്ക്ഡ് ഡിവൈസസ് സെലക്ട് ചെയ്യുക. ദെൻ ഇത് സ്കാൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ വാട്സപ്പ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് നമ്മുടെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ വാട്സപ്പിലേക്കാണ്. നമ്മുടെ മെസ്സേജ് ഇപ്പോൾ സെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് എക്സലിൽ നിന്ന് വാട്സപ്പിലേക്ക് നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതുപോലെ മെസ്സേജ് സെൻഡ് ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ഈ ഒരു മെത്തേഡും മറ്റൊന്ന് ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുക എന്നുള്ളതുമാണ്. ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്തിട്ടാകുമ്പോൾ ഓരോ കോൺടാക്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും എക്സലിലേക്ക് വന്നിട്ട് ഈ ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതാണോ യൂസ്ഫുൾ ആ ഒരു മെത്തേഡ് നിങ്ങൾ എടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.